ഹലോ, നമസ്കാരം. അങ്ങനെ കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം എന്നീ സിനിമകൾക്ക് ശേഷം ഹാട്രിക് അടിക്കാൻ വേണ്ടി ആസിഫ് അലി വന്നിരിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടി സർക്കീട്ട് സിനിമ രാവിലെ പോയി കണ്ടു. 1001 നുണകൾ എന്ന പ്രശസ്തമായ ഒരു സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ താമറിന്റെ രണ്ടാമത്തെ സിനിമയാണ് സർക്കീട്ട്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കീട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു നടത്തം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഈ സിനിമ കണ്ടപ്പോ അമീർ എന്നൊരു ചെറുപ്പക്കാരന്റെ നിസ്സഹായതയുടെ ഒരു ഓട്ടമായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. മലയാള സിനിമയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരു കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് സിനിമയെ കുറിച്ച് തോന്നിയത്. പാരലായിട്ട് രണ്ട് കൂട്ടരുടെ കഥ പറഞ്ഞു തുടങ്ങിയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അതായത് ഒരു വശത്ത് ജോലി തേടി വരുന്ന ഒരു പ്രവാസിയുടെ ഒരു നിസ്സഹായതയും ഒരു വൈകാരികതയും കാണിക്കുന്നു. മറുവശത്ത് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയും ആ കുട്ടിയുടെ കാര്യങ്ങളും ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്ട്രഗിൾസും കാര്യങ്ങളും കാണിക്കുന്നു. കുട്ടിയായി അഭിനയിച്ച മാസ്റ്റർ ഒർഹാൻ ജപ്പു എന്ന കഥാപാത്രവുമായി നിറഞ്ഞാടുകയാണ് സിനിമയിൽ. കുട്ടിയുടെ മാതാപിതാക്കളായി അഭിനയിച്ച ദീപക്കും ദിവ്യപ്രഭയും ബാലുവും സ്റ്റെഫിയുമായി നിറഞ്ഞാടുകയാണ് സിനിമയിൽ. UAE-യിലുള്ള റാസൽ ഖൈമയാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. അങ്ങനെ ജോലി തേടി വരുന്ന അമീർ എന്ന ചെറുപ്പക്കാരനും ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ഈ ജപ്പു എന്ന ക്യാരക്ടറും തമ്മിൽ കണക്ട് ആവുന്നതും മറ്റുമാണ് കഥയുടെ ഇതിവൃത്തം. സിനിമയുടെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഒരു ഫീൽ ഗുഡ് മൂഡ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആവറേജ് ഫീൽ ഗുഡ് സംഭവമായിട്ടാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. ഓരോ സിനിമ കഴിയും തോറും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനമാണ് ആസിഫ് അലി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലും ജോലി അന്വേഷിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായതയും അങ്ങനെ ഒന്ന് രണ്ട് കണ്ണ് നനയിപ്പിക്കുന്ന രണ്ട് സീനുകളും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഞെട്ടിക്കുന്ന പ്രകടനമാണ് ആ കുട്ടിയായി വന്ന മാസ്റ്റർ ഒർഹാനും കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ ദീപക്കും അതുപോലെ ദിവ്യപ്രഭയും പാരന്റ്സ് ആയിട്ട് അഭിനയിച്ച അവർ രണ്ടുപേരും അവരുടെ റോൾ നല്ല തന്മയത്വത്തോടെ ചെയ്തു എന്ന് മാത്രമല്ല, ക്ലൈമാക്സ് സീനിൽ ദിവ്യപ്രഭ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുമുണ്ട്. അതുപോലെ ഈ സിനിമ ഒരു മെസ്സേജ് ആണ് തരുന്നത്. അതായത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് അവരെ സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്തുകയാണ് വേണ്ടത് എന്നൊരു മെസ്സേജ്, നല്ല മെസ്സേജ് ഈ സിനിമ തരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സമീപകാലത്ത് ഇറങ്ങിയ വയലൻസ് സിനിമകൾക്ക് പോയി കൈയടിക്കാൻ പറ്റിയ മലയാളികൾക്ക് ഒരു ഫീൽ ഗുഡ് മൂവിയായ ഇതിനും കൈയടിക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.